15 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് കേട്ടോ. വെയിറ്റ് ലോസിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് ഇതാണ്. I think there's so much energy and that rejuvenation that's happening from inside. ജഗ് കഴിക്കുന്നുണ്ടല്ലേ, അപ്പൊ ടേസ്റ്റ് കുറവില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ചേട്ടൻ വലിയാടാവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. പുളിസീൻ കാണുകയാണ്, ശല്യം ചെയ്യരുത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ദിവസം ഏതൊക്കെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ SBMൽ ശ്രീദേവി ഡോക്ടറല്ലേ, അവിടെ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ട് വണ്ണമുള്ളവരില്ലേ, തൂക്കം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ച്. അപ്പം അതിൽ 5 സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. ഇത് 3 പേർക്ക് ഈ മറ്റേ സ്ക്രീനിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് അവരെ കാണിക്കുന്നില്ല, ബാക്കി 2 പേരാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. നമുക്ക് കുറേ പേരൊക്കെ നമുക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഇടാറുണ്ട്, ശ്രീദേവി ഡോക്ടറിനെ തന്നെ കാണണം, ഡോക്ടറുടെ നമ്പർ തരൂ, ഡോക്ടറെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ശ്രീദേവി എന്ന് പറയുന്നത് ഒരിക്കലും കൺസൾട്ടേഷൻ ഇരിക്കുന്നില്ല, സയൻറ്റിസ്റ്റാണ്. നമ്മൾ മുന്നും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, സയൻറ്റിസ്റ്റാണ് ആൾ, കൺസൾട്ടേഷൻ ഇരിക്കുന്നില്ല. മിക്കവാറും സമയം ഈ ഹോസ്പിറ്റലിൽ ആൾ ഉണ്ടാവാറില്ല, ഫാക്ടറിയിലോ ആയിരിക്കാം. ഇവിടെ ഉള്ളത് ഡോക്ടർ സിൽസിയും ഡോക്ടർ ശ്രീലക്ഷ്മിയാണ്. ഒരു ഡോക്ടറും കൂടി ഉണ്ട്, അവരൊന്നുമില്ല, ഡോക്ടർ അനിതി ഉണ്ട്. ഓ അല്ലേ, ആ. അപ്പോൾ ഇതാണ് ഡോക്ടർ സിൽസിനെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ ദേ ഡോക്ടർ ശ്രീലക്ഷ്മി. അപ്പം ഇങ്ങനെ ദേ 2 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും 10 മണി മുതൽ 5 മണി വരെ, ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവർ ഇവിടെ ഉണ്ടാവും. ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ പടിഞ്ഞാറ് കോട്ടയിൽ, അവിടുന്ന് കാഞ്ഞാണി റോഡുണ്ട്, അത് വാടനപ്പള്ളി കാഞ്ഞാണി റോഡ്. അപ്പോൾ പടിഞ്ഞാറ് കോട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ കാഞ്ഞാണി റോഡിലാണ് വരുമ്പോൾ മദർ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ സൈഡിലത്തെ വഴിയാണ്, ഇടത്തോട്ടുള്ള വഴിയാണ് ലാലൂർ റോഡ്. അതിലൊരു 100 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുവശത്ത് SBM ആയുർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം. ഈ ഹോസ്പിറ്റലിൽ ഒരു 3 നില ഈ ബിൽഡിംഗ് കാണാം, 5 നില സോറി 5 നില ബിൽഡിംഗ് കാണാം. അതിലിപ്പോ 3ാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിപ്പോ 3ാമത്തെ നിലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മള് പൈൽസിന്റെയും വെരിക്കോസിന്റെ ഒക്കെ വീഡിയോ ഇട്ടതിൽ കമന്റ് ഉണ്ടായിരുന്നു, ഈ തടി കുറയ്ക്കുന്ന, അമിതവണ്ണം കുറയ്ക്കുന്ന ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ കമന്റ് വായിച്ചപ്പോഴാണ് ഡോക്ടർക്ക് തോന്നിയത് ഇവിടെ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഇത് കാണിക്കാമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായി. അപ്പോൾ ഇത് മുന്നേ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഇവരാദ്യം തന്നെ എത്ര വെയിറ്റ് ഉണ്ട് എന്ന് കാണിച്ചിട്ട് 15 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് കേട്ടോ. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഈ 15 ദിവസവും ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തരുന്ന ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ഉഴിച്ചിലും ചികിത്സകളും പിന്നെ ഒരു ലേപനമുണ്ട്, മേലാകെ തേച്ച് കണ്ണ് മാത്രം പുറത്ത് വയ്ക്കുള്ളൂ, ബാക്കി എല്ലാ ഭാഗവും തേച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെന്താണ്, ഒരു മസാജ് ഉണ്ട്, പിന്നെ ഭക്ഷണമാണ് പ്രധാനം. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണവും പിന്നെ വെജിറ്റബിൾസിന്റെ ജ്യൂസസും ആണ് കൊടുക്കുക. ജ്യൂസ് എന്നല്ല, അരച്ചതാണ് കൊടുക്കുക. ഇത് എടുക്കില്ല, സ്ക്വീസ് ചെയ്തിട്ട് അതിന്റെ ചണ്ടി കളയില്ല, അരച്ച വെജിറ്റബിൾസിന്റെ ജ്യൂസാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ലേപനത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്, ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ പോകും. ഇപ്പൊ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമില്ല, ശരീരം മൊത്തം നീരാണെങ്കിൽ ഇത് ചെയ്യാം. അവര് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വന്നപ്പോൾ 95.8 kg. This is the 4th day. It's the fourth day. So you are now today morning you are 92.1. 3 kg you lost. Yes. അത് ആക്ച്വലി സയന്റിഫിക് ആയിട്ട് ശരിക്കും ഒരു ദിവസം 300 ഗ്രാമാണ് കുറയുന്നതാണ് നല്ലത്. ഇപ്പൊ കൂടുതൽ കുറഞ്ഞത് എന്താ വെച്ചാൽ ആളുടെ ശരീരത്തിൽ കുറെ നീരാണ്, ഈ നീരൊക്കെ പോയതുകൊണ്ടാണ് പെട്ടെന്ന് 3 കിലോ കുറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ വിരേചനാണ്, ഇന്ന് രാത്രി വിരേചനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച തൊട്ടിട്ട് 300 ഗ്രാമേ കുറയുള്ളൂ ഒരു ദിവസം. അപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് 9 to 10 kg കുറയ്ക്കാൻ പറ്റും ആൾക്ക്. നീർക്കെട്ടുള്ള 2 പേർക്ക്, ഇപ്പൊ ഒരാൾ ട്രീറ്റ്മെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഒരു 10 കിലോ ഒക്കെ കുറയും. അത് കാരണം വെച്ചാൽ ആ നീരൊക്കെ പോകുന്നതുകൊണ്ടാണ്. ശരീരം മൊത്തം നീര് കെട്ടി നിൽക്കണം അവർക്ക്. നമ്മളിങ്ങനെ തൊടുമ്പോഴൊക്കെ ബൾജസ് ആണ് ദേഹം മുഴുവനും. പിന്നെ മുത്തൂനും അത്ര കുറയില്ല, എന്ന് വെച്ചാൽ ഒരു 5 കിലോ ഒക്കെ കുറയുള്ളൂ. ഇപ്പോഴെ തന്നെ ഓൾറെഡി ഇല്ല. അതിൽ ചില ആളുകൾ ഡയബറ്റിക് ആണ്, പിന്നെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരുണ്ട്, grade 2 ഒക്കെ. അതിനൊക്കെ ഇപ്പൊ എല്ലാവരും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ഇവിടേക്ക് തന്നെ വന്നിട്ട് ലാബിൽ നിന്ന് ഇവിടെ വന്ന് എല്ലാവരും ബ്ലഡ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി 5 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും എടുക്കും ഒന്നും കൂടി. അപ്പൊ ഈ 15 ഡേയ്സിന്റെ ഉള്ളിൽ 3 പ്രാവശ്യം എടുക്കും. അപ്പൊ ലാസ്റ്റ് എന്താ ചേഞ്ച് ഉണ്ടായെന്ന് നമുക്ക് കാണാൻ പറ്റും ബ്ലഡ് വർക്കിലും. അപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസ് മാത്രമല്ല ഇവിടെ നടക്കുന്നത് അതിന്റെ അർത്ഥം അല്ലേ? ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ
മരുന്നില്ലാണ്ട് തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. ഇതുവർ തുടരുകയാണെങ്കിൽ, വീട്ടിൽ ചെന്ന് ഇതേ പാറ്റേൺ തുടരുകയാണെങ്കിൽ അവർ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് നമ്മൾ. പിന്നെ വയറിന് അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറും, മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് മാറും ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോട് കൂടിയിട്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചെലവ് എങ്ങനെയാണ് വരുന്നത്? ഇതിന് നമ്മൾ ഇവിടുത്തെ ഭക്ഷണം, താമസം, പിന്നെ ഈ ട്രീറ്റ്മെന്റ്സ് 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂംസ് ആണ്. അതിൽ താമസവും ഭക്ഷണവും ട്രീറ്റ്മെന്റും എല്ലാം അടക്കം, ഈ ലേപനം പുരട്ടലും എല്ലാം അടക്കം. പിന്നെ എന്താ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന് മാത്രം, അതായത് തിരുമ്മ അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രം ഒരു 2500 ഒക്കെ ചാർജ് ചെയ്യും. ഇത് ഭക്ഷണവും താമസവും ട്രീറ്റ്മെന്റ്സും. ഇതിനുള്ളിൽ സോനയുണ്ട്, ഫാർ ഇൻഫ്രാറെഡ് സോന അതിൽ കൊടുക്കുന്നുണ്ട്. പൈറോ എനർജൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, അതിലിരുത്തുന്നുണ്ട്. ഇതെല്ലാം അടക്കം നമ്മൾ അത്രേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പേരാണ് ഫാർ ഇൻഫ്രാറെഡ് സോന. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സൂര്യരശ്മിയിലെ ഫാർ ഇൻഫ്രാറെഡ് റേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളങ്ങ് ഉള്ളിൽ മൊത്തം അങ്ങ് ചൂടാവും, വെള്ളമായിട്ട് ഇങ്ങനെ വിയർത്തൊഴുകും. അപ്പോൾ ശരീരത്തിലുള്ള അഴുക്കൊക്കെ അതിൽ കൂടെ പോകും. കുറേ അഴുക്ക്, എല്ലാ അഴുക്കല്ല, വിയർപ്പിലൂടെ പോകാൻ പറ്റുന്നതൊക്കെ പോകും. അപ്പം നീർക്കെട്ടൊക്കെ കുറയും. പിന്നെ നമ്മളുടെ മൊത്തത്തിൽ നമുക്കൊരു ലൂസായ പോലെ തോന്നും, നല്ല എനർജറ്റിക് ആയിരിക്കും. ഇതും കൊടുക്കും ഈ പേഷ്യൻസിന്. അപ്പോൾ ഈ ഇവിടെ ഒരു ദിവസം താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റിൽ ഇതും പെടും കേട്ടോ. ഇതിൽ എത്ര സമയം ഇരിക്കും? അരമണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും മരുന്നിട്ടിട്ടാണോ ഇരിക്കുക? അല്ല, അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു മരുന്ന് വെക്കും, വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മരുന്ന് സൈഡിൽ വെക്കും. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കിട്ടൂല്ലേ? പാട്ടൊക്കെ കേട്ടിരിക്കാം. പാട്ട് 3 പേർ, ചെറിയ ആൾക്കാരാണെങ്കിൽ 3 പേർക്ക് ഒരുമിച്ചിരിക്കാം. ഇത് പുറമേന്ന് ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം വരും ഇവിടെ. അപ്പൊ ഇതിനു വേണ്ടി മാത്രമായിട്ടും വേണമെങ്കിൽ വരാട്ടെ. 600 രൂപ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതിലിരുത്തും പൈറോ. ഇതില് കാല് വെച്ചിട്ടിരിക്കുക. അപ്പൊ കാലിന്റെ അടിയിലത്തെ പ്രഷർ പോയിന്റ്സിൽ നമുക്ക് ഇത് അങ്ങനെ അതൊരു ബയോ ഇലക്ട്രിക് എനർജി പാസ് ചെയ്യും. ഇതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളെ തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും. അല്ല, ഷോക്ക് അടിക്കുക ചെയ്യുക. അത് മൈഗ്രെയിൻ ഒക്കെ വളരെ നല്ലതാണ്. കുറെ പേർക്ക് ഇതിൽ ഇരുന്നിട്ട് മാത്രം മൈഗ്രെയിൻ മാറിപ്പോവാറുണ്ട്. ഇതാണ് ഈ വെയിറ്റ് ലോസിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ്. ഇതാണ് ഒരു അവിയല്, അതായത് പച്ചക്കറികളൊക്കെ ഇട്ട്, രസം, ഇത് സംഭാരം. സംഭാരാണ് ആദ്യം കഴിച്ചു നോക്കി. ഉപ്പ്, എരിവ്, പുളി അങ്ങനെയുള്ള എല്ലാം കുറവായിരിക്കും. ചെറിയ ഉപ്പിടും. നോക്കട്ടെ. ഇഞ്ചിയും കറിവേപ്പില അരച്ചത്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. എരിവ് വളരെ കുറവാണ്, പിന്നെ ഉപ്പും കുറവായിരിക്കും, ഉപ്പ് കുറവാണ്. അത്രേ ഉള്ളൂ. ഞാൻ കഴിച്ചോട്ടെ. ചൂടുണ്ടോ ചേട്ടാ? ആ രസം കുടിച്ചു നോക്ക്. തക്കാളി അരച്ച രസം. ഇഞ്ചിയും തക്കാളിയും കുരുമുളകൊക്കെ കൂടി അരച്ചിട്ട്. ഒന്നും കുഴപ്പമില്ല, എണ്ണ ഉണ്ടാവില്ല. ഇതൊന്നും കഴിക്കാൻ കുഴപ്പമില്ല. കടുക് വറുത്തിട്ട് അതിൽ ആ കടുക് മാത്രം. ഇത് 3 മാത്രം കഴിച്ചത്. ഇന്നലെ വരെ, ഇന്നിപ്പോ 4ാമത്തെ ദിവസം ആയതുകൊണ്ടാണ്. ഇന്നലെ വരെ ഇതിന്റെ കൂടെ ഒരു ഡിഷും കൂടി ഉണ്ടായിരുന്നു. കുറച്ച് കൊണ്ടുവരും. ഇനി 2 ദിവസം കരിക്കും വെള്ളം മാത്രം കൊടുക്കുള്ളൂ ഉപവാസം. അപ്പൊ വിശക്കുമ്പോ എന്ത് ചെയ്യും? അത് തോന്നേയില്ല. ഓരോരോ ട്രീറ്റ്മെന്റ്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കല്ലേ നമ്മള്. അറിയില്ല. ലേപനൊക്കെ ഇട്ട് കിടത്തുക, തിരുമ്മല്, ഇതൊക്കെ ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ അറിയില്ല. ഇതിപ്പോ കഴിക്കുന്നതോടുകൂടി ഇതിൽ അങ്ങനെ ഈ വെജിറ്റബിൾസിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ഇവർക്ക് ഈ 10 ദിവസം കൊണ്ട് തന്നെ നോർമലാവും. മരുന്നൊന്നും വേണ്ട. ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നത് നമ്മൾ മുന്നേ കൂട്ടിയെടുത്ത് തീരുമാനമല്ലല്ലോ, പെട്ടെന്നല്ല വിളിച്ചത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കഴിക്കായിരുന്നു. നമുക്ക് നമ്മള് 4ാമത്തെ ദിവസമായിരുന്നു ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 4ാമത്തെ ദിവസമായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മളൊരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തിരിച്ച് ഇപ്പൊ 9ാമത്തെ ദിവസമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഇവിടെ ഒരു 10 days വെയിറ്റ് ലോസ് ചാലഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 50% എടുത്തത് മെഡിസിൻ എടുത്തു, അതിൻ്റെ കൂടെ ഡയറ്റ് കൺട്രോൾ ഉണ്ടായിരുന്നു, കൂടെ നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കാണ് കൂടുതൽ എഫക്റ്റ് കിട്ടിയത് അതിന്. അത് കൂടാതെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്ത് വെയിറ്റ് ലോസ് ചാലഞ്ച് എടുത്തവർക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ എടുക്കാൻ പറഞ്ഞത് ഒരു 10 days ചാലഞ്ചാണ് എടുക്കാൻ പറഞ്ഞത്. അതിനുള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു 5 to 6 kilos ഒക്കെ വെയിറ്റ് എല്ലാവരുടെയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഈ ട്രീറ്റ്മെന്റ് 10 days ആണെങ്കിൽ പോലും
അതൊരു 21 days എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. അത് മിയർലി ഒരു കോസ്മെറ്റിക് ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, നമുക്കുള്ള വേറെ ഡിസീസ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽസ് നോർമലൈസ് ചെയ്യാനും അതുപോലെ കുറേ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എലിമെൻസിനൊക്കെ നമ്മുടെ ഈ ചാലഞ്ച് ഒരുപാട് യൂസ്ഫുൾ ആണ്. അത് അതിൻ്റെ മീനിങ്ങിൽ തന്നെ എടുക്കുന്നവർക്ക് അത് 21 days എടുക്കാം. അപ്പോഴാണ് അതൊന്നും കൂടി ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളുടെ സന്ധ്യ എന്ന് പറഞ്ഞ കുട്ടി തന്നെ നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടതിനേക്കാളും ഭയങ്കര മാറ്റായി. സ്കിൻ ടോണൊക്കെ മാറി. നല്ല ഇവിടെ ഭയങ്കരമായിട്ട് കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടൊന്ന് പറയാം തന്നെ. I'll say it in English, no problem. No problem. From the first day, we've had juices. We've had all kinds of different cuisines, which are very, like, I think made in Kerala only, very typical, like which you will make at home. Nothing different, but only thing is, of course, there is no oil. Salt is very less. And obviously you're not taking anything refined. There is no maida, there is no sugar, there is no carbs also is very less. I mean, there's only the carbs that you're getting from the vegetables. No other, yes, from the pulses. Sprouted pulses. Yes, sprouted pulses. There is nothing coming from grains and the refined maida and all of that. So that completely changes the way you feel from within. I think there's so much energy and that rejuvenation that's happening from inside. I can't tell you. I mean, like, I've been so lethargic and so, like, I don't feel like doing anything. But every kg that has gone has made me, like, you know, just full of energy. I'm bursting right now. Like, I want to do something. I'm really, like, so charged up. So she is planning to stay for another couple of days. Yes, I extended. The challenge is only there till this Saturday, but I said no, I want to do more. This is helping me. She wanted to reduce 20 kg. Yeah, so I said let me take that challenge and ഇപ്പൊ എത്ര കിലോ കുറഞ്ഞു? 6 kgs, 6.5. Yes. 5 kg. So that's അപ്പൊ 21 days നിൽക്കാനായിട്ട് ഹെൽത്തി കുറയ്ക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അതെ. What about the taste of the foods? taste of the food. I will say that it is more tastier than what we put so much oil and make. Spices All the spices and oil. Actually, in fact, every vegetable taste comes out live, like alive. Really, you feel it. So that is the best part of the food. അന്ന് ഞങ്ങൾ വന്നപ്പോ കഴിച്ചതല്ലേ? അതെ, ഓയിലില്ല, ഉപ്പില്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് ഒരു 15 days കഴിഞ്ഞ് പോകുമ്പോ ചായ കുടിച്ചേ മതിയാവും, കാപ്പി കുടിച്ചേ മതിയാവും. ആ ശീലങ്ങളൊക്കെ മാറിപ്പോകും. Actually, another thing is, if you are someone who's used to eating some sweet after food, most people have that craving to eat something sweet. ശരിയാ. It's gone. And it is filling too, right? Yes, food is very filling. It's like in fact, they will tell you take more, but then you will be like, no, this is enough. It's a lot. We have eaten a lot. So, yeah. And the chewing, curry that happens, no, that you're biting and eating. That is the best part of it, I think. ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അടക്കം എടുത്ത് ഈ ലേബനൊക്കെ പുരട്ടലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് വെയിറ്റ് കുറച്ച ആളാണ് സന്ധ്യ. ഇതില്ലാണ്ട് മറ്റേ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും മരുന്നുകളും കൊണ്ട് മാത്രമാണ് മുത്തുജി. അപ്പൊ ജിയുടെ അഭിപ്രായം പറയില്ല. ഞാൻ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് പോണത്. അപ്പൊ എന്താ തോന്നുന്നത്? രാവിലെയും രാത്രിയും എന്ത് ഫുഡാ കഴിക്കുക? ഞാന് ഇവിടുന്ന് കഴിക്കുന്നത് തന്നെ കഴിക്കാറില്ല. ലാസ്റ്റ് ഇവിടെ ഒരു 4-4:30 ആകുമ്പോ എനിക്ക് ജ്യൂസ് തരും. അപ്പൊ അത് തന്നെ കഴിക്കാറില്ല. രാത്രി ഞാൻ അങ്ങനെ വേറെ ഒന്നും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കില്ലേ വീട്ടിൽ ചെന്നിട്ട്? അല്ല, അത് 1-2 ദിവസം കഴിച്ചു. പിന്നെ എന്താ വെച്ചാൽ എല്ലാതൊരു ശീലം അവിടെ വരെ നമ്മളെ ചിലപ്പോ വിശക്ക്. ഞാൻ ആദ്യം 65 kg വരെ ഇവിടെ എത്തിയതാ 2018. അപ്പൊ 17 ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് 65 കിലോ വരെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് എത്ര ഉണ്ടായിരുന്നു? അന്ന് 86 കിലോ എന്നാണ് ഞാൻ. 86 നമ്മൾ 65 ആക്കി കുറപ്പിച്ചതാണ്. പിന്നെ ആള് എറണാകുളത്ത് പോയി തിരിച്ചു വന്നപ്പോ 20 കിലോ സമ്പാദിച്ചു വന്നു. അന്ന് 65 എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ പിടിച്ചതിൽ ഇപ്പൊ 71 ആയി. നീ കുറയ്ക്കൂട്ടാ 65. അപ്പൊ 75 ആയിരുന്നു. ഇപ്പൊ 4 kg കുറഞ്ഞപ്പോ 71 ആയിട്ട് നിൽക്കാണ് അല്ലെ? അപ്പൊ ഇവിടെ 2 തരത്തിലാണ് വെയിറ്റ് ലോസ് ഉള്ളത്. ഒന്ന് ഭക്ഷണ നിയന്ത്രണം, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട്. 2, ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മേല് മുഴുവൻ ഒരു തരം മരുന്നുകളൊക്കെ അരച്ചിട്ടുള്ള ഒരു കൂട്ട് പരത്തിയിട്ട് വെയിലത്ത് 1 മണിക്കൂർ സമയം
വെക്കും. ഉണക്കാനിടും. നമുക്ക് ഇവിടെ ഇപ്പൊ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിലുള്ള സ്ത്രീകളെ നമുക്ക് ഈ മരുന്നും പരട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ചേട്ടൻ ബലിയാടാവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ ഡ്രസ്സൊക്കെ മാറി ശരിക്കും ലങ്കോട്ടി ഇട്ടിട്ടാണ് ഇത്ര ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മള് വീഡിയോയില് പിന്നെ നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമല്ലല്ലോ ചേട്ടൻ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടല്ല. അതുകൊണ്ട് ചേട്ടൻ വീട്ടിൽ നിന്ന് ഒരു ബർമൂഡ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ പാത്തില് കെറുക്കെടുക്കും അല്ലേ. ഇതിപ്പോ ചേട്ടനെ ഒഴിയാനായതുകൊണ്ടാണ് മെയിൽ സ്റ്റാഫ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ലാച്ചെങ്കില് സ്ത്രീകൾക്കൊക്കെ ഫീമെയിൽ സ്റ്റാഫ് തന്നെയായിരിക്കും. ചേട്ടാ ഉഴിച്ചില് കഴിഞ്ഞപ്പോ തന്നെ വണ്ണം കുറഞ്ഞ പാന്റൊക്കെ ഇതൊക്കെ കേറ്റിയിട്ടുണ്ടല്ലോ, ലൂസായി. ഇതൊക്കെ ഇതാണ് ഈ പറഞ്ഞ സാധനം അല്ലേ, ലേപനം. ഇതിലെന്തൊക്കെയാ ചേർത്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? കുറെ പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ മാത്രമുള്ളതാണ് സ്പെഷ്യൽ മരുന്നാണ്. എത്ര വലിയ നീർക്കെട്ടുകളും ശരീരത്തിൽ ഉണ്ടെങ്കിലും ഇതിട്ട് 1 മണിക്കൂർ നമ്മൾ വെയിലത്ത് കിടത്തി കഴിയുമ്പോ വാഴല കൊണ്ട് മൂടിയിട്ട് കഴിയുമ്പോ പോകും. ഇതിപ്പോ ഉച്ചത്തിരിട്ടല്ലേ നമ്മൾ ചെയ്യണേ. ഇവിടെ ഉള്ളവർക്ക് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെയാ? രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് വെയിൽ മൂക്കുന്നവരെ, അതായത് ഒരു 11 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞ ഉച്ചതിരിഞ്ഞ് 3 മണി തൊട്ട്. അപ്പൊ ദിവസം 2 വട്ടം ചെയ്യും? ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ 6 പേഷ്യൻസ് ഉണ്ടെങ്കിൽ രാവിലെ കുറച്ച് 3 പേർക്ക് ചെയ്യും, ഉച്ചതിരിഞ്ഞ് 3 പേർക്ക് ചെയ്യും. ഇപ്പൊ ഇത് ഇടുന്നത് കൊണ്ട് ഇപ്പൊ ഈ വെയിറ്റ് ലോസിനല്ലാണ്ട് വേറെ എന്തൊക്കെ ഈ ഇതോട് ഗുണമുണ്ട്? ഈ ലേപനം മേല് തേക്കുന്നത് സ്കിൻ ഡിസീസസിന് ഒന്ന്, ഈ ചുണങ്ങ്, ചൊറിച്ചില്, സോറിയാസിസിന് നല്ലതാണ്, സ്കിൻ ഡിസീസസിനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻസ്, ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ പിഗ്മെന്റേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർക്ക് വളരെ നല്ലതാണ്. പിന്നെ സ്കിന്ന് നല്ല ഗ്ലോ വരും, റിങ്കിൾസ് ഒക്കെ പോകും. കൈകാൽ കഴപ്പ്, തരിപ്പ്, പുകച്ചില്. ചില ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് കാലങ്ങളായിട്ട് കൈകാൽ കഴപ്പൊക്കെ ആയിട്ടാണ്. അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് മാറിപ്പോകും. അകത്തേക്ക് മരുന്ന് കൊടുക്കൂട്ടോ നമ്മളുടെ. വെയിലത്താണെങ്കിലാണ് നമുക്ക് അതിന്റെ ഒരു ഇഫക്റ്റ് അറിയുള്ളൂട്ടാ. എത്ര സമയം ഇങ്ങനെ വെക്കും? അത് വെക്കുന്നത് 1 മണിക്കൂർ വെക്കും. മരുന്നൊക്കെ മേലെല്ലാം പരട്ടി ചേട്ടൊക്കെ എടുക്കുകയാണ് കേട്ടാ. ചേട്ടന്റെ എക്സ്പീരിയൻസ് ചേട്ടാ ഉറങ്ങിയിട്ടില്ലല്ലോ? തോന്നണേ ഭയങ്കര സുഖം. നമ്മളെ ഒന്നും ചിന്തിക്കില്ല. ഇതിങ്ങനെ അങ്ങോട്ട് എന്താ പറയാ, ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ കൂമ്പാരായിട്ട് ഇങ്ങോട്ട് പോയി മറ്റേ പിരമിഡിന്റെ തുമ്പ് പോലെ ഇങ്ങനെ കാണാം. നല്ല രസമാണ്. അതെ, അരോമാ തെറാപ്പിയുടെ ഇതിനൊരു നല്ല സുഗന്ധം ഉണ്ടല്ലോ. ഈ ലേപനത്തിന് നല്ലൊരു സുഗന്ധമാണ്. അത് ആ ഒരു പച്ചമരുന്നുകളൊക്കെ അല്ലേ, അതൊക്കെ ഒരു നല്ല സ്മെൽ അതിന്റെ കൂടെയാണ്. ഒരു അരോമാ തെറാപ്പിയുടെ വേർപ്പ് നാറ്റുള്ളവർക്കൊക്കെ ഒരു 5 ദിവസമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ പൂത്തറേ അതൊക്കെ കുറയുന്നു നല്ലോണം. ഇനിയിപ്പോ സോപ്പൊന്നും തേപ്പിക്കില്ല. ശരിക്കും ഇത് വെയിലുള്ള സമയത്താണ് കേട്ടോ. വെയിലത്താണ് ഇങ്ങനെ മൂടിയിട. അപ്പൊ 1 മണിക്കൂർ വെയില്, ഇളം വെയില് കൊണ്ടു കഴിയുമ്പോഴേക്കും ഈ ഇലയൊക്കെ ഒന്ന് വാടും. 5 മണിയായി. അപ്പൊ ഈ ഭാഗത്തെ വെയിൽ പോയി. ഇപ്പൊ ആ വശത്തെ വെയിലുള്ളത്. പിന്നെ ചേട്ടന് പിന്നെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് അല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കാണിക്കാനല്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കെടുത്തിയേക്കണു മാത്രം. അപ്പൊ ഇങ്ങനെ കെടുക്കട്ടാ. പാട്ട് വെച്ചേരനാ? നല്ലൊരു കാറ്റും അല്ലേ? നല്ല കാറ്റും. ഇപ്പൊ സമയം 1 മണിക്കൂറൊന്നും ആയിട്ടില്ല, ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും കേട്ടാ. അപ്പൊ നമ്മൾ എടുക്കാണ്. വെയിലുണ്ടായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ കുറെ വലിഞ്ഞാനെ. ഒന്ന് നനച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പൊ ആദ്യം ഒന്ന് വെള്ളം നനയ്ക്കും അല്ലേ, എന്നിട്ടാണ് ഇത് വടിച്ചെടുക്കുക. പാള കൊണ്ട് വടിച്ചെടുക്കും. പാള കൊണ്ട് വടിച്ചെടുക്കും അല്ലേ. വേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. പറയില്ല എന്നാണോ വേദനയില്ല എന്നാണോ?
ഇല്ല, നനച്ചിട്ടല്ലേ പിടിക്കാൻ. പിന്നെ പാളയല്ലേ ആ നന്നായി വെളുക്കുപ്പോ നോക്കിക്കോ. പിന്നെ കുളിക്കുമ്പോണ്ടല്ലോ അജുവിന് തന്നെ അജുവിന്റെ ദേഹത്ത് തൊടുമ്പളേ പട്ട് പോലെ ഇരിക്കും നമ്മുടെ ദേഹം, അത്രയ്ക്ക് മിനുസാവും. ഞാനൊരു സെട്ടേ അയ്യോ നമുക്ക് എന്തോ പോലെ തോന്നും നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ തൊടുമ്പോഴേ. കുളി തുടങ്ങി, ചുമന്ന ശരീരം കുളിസീൻ കാണുകയാണ്. ശല്യം ചെയ്യരുത്. അയ്യോ മറഡോണി വെളുത്ത മറഡോണിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടി. നല്ല കോമഡി അല്ലേ. അങ്ങനെ ഒരു എന്നിട്ട് പറയാ നല്ല സുഖം, അതാണ് പറയാനുള്ളത് അല്ലേ. എന്നിട്ടാണ് തോന്നണത് കുളി കഴിഞ്ഞപ്പോ നല്ല റിലാക്സ്, ഭയങ്കര സുഖം ശരീരത്തിലേക്കില്ലേ. മോളിൽ താഴ്ത്തിക്ക് ഇറങ്ങിയ ഒരു പുതിയ മനുഷ്യൻ, അത്ര സുഖം. ഒരു മണം ഉണ്ട് ചേട്ടന്, ഒരു മണം, ആ ഒരു ലേപനത്തിന്റെ അതിന്റെ മണം. അത് സോപ്പ് ഇടാണ്ട് വേണം കുളിക്കാൻ. എന്താ പറയാ, ഒരു അസുഖമില്ലാത്തൊരു മനുഷ്യനായിട്ട് പോലെ. അല്ലെങ്കിൽ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും ഇതേ ചെയ്യേണ്ടത് നിറയെ നീർക്കെട്ടും വേദനയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് എങ്കിലും ഉള്ളവർ ചെയ്താൽ അതിന്റെ ശരിക്കും റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ചേട്ടൻ നല്ല സുഖം തോന്നില്ലേ. അപ്പൊ ശരി. അപ്പോൾ നമ്മളുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 15ാം ദിവസമാണ് ഇന്ന്. സന്ധ്യ 9.65 kg, 9.5 കിലോ വെയിറ്റ് കുറഞ്ഞു. വരുമ്പോ എത്രയായിരുന്നു വെയിറ്റ്? 95.85. അത്രയായിരുന്നു. നമ്മളുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ലല്ലോ. ഒരു ദിവസം 5000 രൂപ വരും ഇവിടെ നിൽക്കുകയാണെങ്കിൽ. അതായത് താമസം 4500 രൂപ വരും താമസം. അതായത് 3 സ്റ്റാർ 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമാണ്. അതിൽ താമസിക്കേണ്ട പൈസ മേടിക്കണുള്ളൂ. അതെ, ശരിക്കും ഒരു ഹോട്ടലിൽ അത് വരാണെങ്കിൽ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നമുക്ക് 3 നേരം ഫുഡ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ്, സലാഡ് അങ്ങനെയുള്ള സാധനങ്ങളും അതിന്റെ ഒപ്പം തന്നെ ട്രീറ്റ്മെന്റുകളും ഒക്കെ ഉണ്ട്. ഉഴിച്ചില്, പിന്നെ മറ്റേ മരുന്ന് ലേപനം പുരട്ടിയിട്ടുള്ള അത്, പിന്നെ സോനോ പൈറോ അങ്ങനത്തെ സാധനങ്ങൾ പെടും. ഇതൊക്കെ അടക്കം 4500 രൂപയാണ് വരിക. പക്ഷെ എന്നാലും അത് എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. അപ്പോൾ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എന്താ പറയാ, മരുന്നുകൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഫാറ്റ് ഫ്രീ പോലെയുള്ള മരുന്നുകൾ, പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടത്, അതൊന്നും പറയാൻ പറ്റും. അത് നമുക്ക് ഭക്ഷണത്തിന്റെ ചാർട്ട് നമ്മൾ കൊടുക്കാം. ഒരു വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കണം. അപ്പൊ നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കും. അപ്പൊ കൂടുതൽ ഇപ്പൊ സന്ധ്യക്കൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ വന്ന ദിവസത്തെ ഫോട്ടോ കണ്ടറിയാം. അപ്പൊ അതിനാണെങ്കിൽ നമ്മൾ സ്ലിമോൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഓയിൽ ഉണ്ട്, അതിങ്ങനെ താഴത്തു നിന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറയും. അപ്പൊ ഈ ഡബിൾ ചിൻ വരുന്നത്, പിന്നെ ഇവിടെ ഇങ്ങനെ തൂങ്ങി വരുന്നതൊക്കെ പോകും. അത് കുറഞ്ഞ ഉടനെ നിർത്തണം. ചില ആളുകൾക്ക് അല്ലെങ്കിൽ പതുക്കെ റിങ്കിൾസ് വരാൻ തുടങ്ങും അവിടെ. അപ്പൊ അത് വയറിലും അത് പുരട്ടണം. താഴെ നിന്ന് മുള്ളിക്ക് വയറ് മാത്രം ചാടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ ഏറ്റവും പ്രധാനം കാർബോഹൈഡ്രേറ്റ് ഫ്രീ ഫുഡ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത് വെജിറ്റബിൾസിലൊക്കെ ഉണ്ട്, ചെറിയ അളവില് പൾസസിലൊക്കെ ഉണ്ട്. മുളപ്പിച്ചതാണെന്ന് ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം, ഇന്നത്തെ ഫുഡ് കാണിച്ചു തരാം. അപ്പൊ അറിയാം അങ്ങനത്തെ ഫുഡാണ് കൊടുക്കുക. അപ്പൊ അത് കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിന് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ദിവസം ഒരു 800-850 കാലറി ഉള്ള ഫുഡിന്റെ ഒരു ചാർട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. അത് തന്നെ അവർ ഫോളോ ചെയ്താൽ മതി. നമ്മളുടെ ഈ മരുന്നുകൾ ഒപ്പം കഴിക്കണം. പിന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ട ഒരു പൊടിയുണ്ട്, നമ്മുടെ മേധോഹര ചൂർണം എന്ന് പറഞ്ഞ്. അത് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ 2 ലിറ്ററും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിച്ചുകൊണ്ടിരിക്കണം. ദാഹിക്കുമ്പോ കുടിക്കണം. അതെങ്ങനെ എല്ലാവർക്കും കുടിക്കാൻ പറ്റും? അതായത് വണ്ണം കുറയ്ക്കണവർക്ക് മാത്രം. അല്ലെങ്കിൽ അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും അത് നന്നായി സഹായിക്കും. നമുക്കിപ്പോ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഈ പറഞ്ഞ പോലെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എന്നാലും ഇങ്ങനത്തെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി വരുന്നവരാണെന്ന് വിചാരിക്കും. അതിന് ഡോക്ടർ അങ്ങനെയുള്ള ആളുകൾക്കാണ്. അതായത് ഇവർക്ക് സാധാരണ മെറ്റബോളിക് റേറ്റ് നല്ലോണം കൂടുതലാണെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിച്ചാലും അതൊക്കെ മെറ്റബോളൈസ് ചെയ്ത് ദഹിച്ചൊക്കെ പോകും. ചിലര് പറയും അടുത്തുകൂടെ, മുത്തൊക്കെ അതാ പറയണത്, അത് അടുത്തുകൂടെ ഒരു ബിരിയാണി പോയാലും പിറ്റേ ദിവസത്തേക്ക് 1 കിലോ കൂടുന്നു. സന്ധിക്കും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. സ്മെല്ല് എന്ന് പറഞ്ഞാൽ സ്മെല്ല് കണ്ടാ മതി, അല്ല കേട്ടാ മതി. ആ സ്മെല്ല് കേട്ടാലും ഭക്ഷണം കണ്ടാലും പോലും നമ്മളുടെ ഉള്ളിൽ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉണ്ടാവുകയാണേ.
അതാണ് പ്രശ്നം. ഇപ്പൊ നല്ല മധുരമുള്ള ഒരു സാധനം കാണുമ്പോൾ അത് കഴിക്കണം എന്നില്ല, ഇൻസുലിൻ ഉണ്ടാവും ശരീരത്തിൽ അപ്പൊ തന്നെ, അങ്ങനെയാ പറയുന്നത്. അത് തന്നെ ട്രിഗർ ചെയ്യുന്നു. ചിലർ പറയും പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കുന്നത്. അപ്പൊ അത് അന്ന് നമ്മൾ അതിനെ കുറിച്ച് നിയന്ത്രിച്ചാലും വെയിറ്റ് കുറയാത്തവരുണ്ട്. അതെ അതെ, അന്ന് നമ്മളത് സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് ആണ് കേട്ടോ അത് പറയുന്നത്. ഇവരുടെ ജീൻസിൽ ഒരു ത്രിഫ്റ്റി ജീൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. പണ്ട് കാലത്ത് വേട്ടയാടിയൊക്കെ കഴിച്ചിരുന്ന കാലം ഉണ്ടല്ലോ കാട്ടാളന്മാര്, ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴാ ഭക്ഷണം കിട്ടാന്ന് അറിയില്ല നമുക്ക്. അപ്പൊ ഈ ത്രിഫ്റ്റി ജീൻസ് ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണെങ്കിൽ ഈ അവർ ആ കഴിച്ചത് മുഴുവനും സ്റ്റോർ ചെയ്യും, ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. കാരണം ഇനി എപ്പോഴാണ് അടുത്ത ഭക്ഷണം കിട്ടാന്ന് അറിയില്ല. പിന്നെ പരമാവധി കഴിക്കും, അതിനെ മൊത്തം ഫാറ്റ് ആയിട്ട് ഈ ആഡിപ്പോസ് ടിഷ്യൂ അതായത് ഫാറ്റിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എനർജി ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഫാറ്റ് ആണ് മെറ്റബോളൈസ് ആയിട്ട് എനർജി ഇതാവുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എവറി 4th ഡേ 3 ദിവസം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫ്രീ, എന്താ കാർബോ ഫ്രീ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അരിയും ഗോതമ്പൊക്കെ ഒഴിവാക്കുക. പച്ചക്കറികളിലൊക്കെ ഉണ്ട് കാർബോഹൈഡ്രേറ്റ്, പൾസസിലുണ്ട്, കഴിക്കാം. മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുക. 3 ദിവസം അങ്ങനെ പോവാ. മാക്സിമം അങ്ങനെ ജ്യൂസുകളും സാലഡുകളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മളൊരു ചാർട്ട് തരും, അത് കഴിക്കാം. 4ാമത്തെ ദിവസം പോയിട്ട് ഇഷ്ടമുള്ളത് മുഴുവൻ കഴിക്കാം, എല്ലാം കഴിക്കാം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് മാക്സിമം കൂടെ ഒരു 150-200 ഗ്രാം അല്ല കിലോ നമ്മുടെ വെയിറ്റിൽ കൂടുള്ളൂ, അത്രേ കൂടുള്ളൂ. അതിലും കൂടുതൽ ബോഡിക്ക് കൂട്ടാൻ പറ്റില്ല. മാക്സിമം 300 ഗ്രാം, അതിലും കൂടുതൽ കൂടില്ല. പക്ഷെ അടുത്ത 3 ദിവസം കൊണ്ട് അത് പോവുകയും ചെയ്യും, നോർമൽ ആവുകയും ചെയ്യും. നമ്മൾ പറയുന്ന ഡയറ്റ് കൂടെ ഫോളോ ചെയ്യാം. 4ാമത്തെ ദിവസം നിങ്ങളുടെ കൊതികളൊക്കെ. മെയിനായിട്ടും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ലോസിന് വരുന്നവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഫാറ്റ് ഫ്രീ, പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുളികയാണ്. വണ്ണവും കുറയ്ക്കും, ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കും. അതെ, നല്ല കൊളസ്ട്രോൾ കൂട്ടും. പിന്നെ ഇത് ഗാർസീനിയ ഡോക്ടർ പറഞ്ഞില്ലേ, പച്ചക്കൊടപ്പുളിയിൽ നിന്ന് എടുക്കുന്ന ഒരു സത്ത് എടുത്തിട്ട് ഉണ്ടാക്കുന്ന വയറ് കുറയ്ക്കാൻ. അപ്പോൾ പ്രസവശേഷം വയറ് ചാടിയിട്ടുള്ളവർക്കൊക്കെ വണ്ണം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കാട്ടോ. അതിനിപ്പോ കാണാൻ വരണമെന്നില്ലേ, നമുക്ക് ഇവിടെ ആമസോണിലൊക്കെ കിട്ടില്ല. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഇവിടുത്തെ SBMന്റെ വെബ്സൈറ്റിലൊക്കെ അത് വാങ്ങിക്കുക. ഇത് എങ്ങനെ കഴിക്കുക? രാത്രി 3 എണ്ണം കഴിച്ചിട്ട് 2 or 3 ആദ്യം 3 എണ്ണം കഴിക്കാൻ പറയും, കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം കഴിക്കാൻ പറയും. ഇത് രാവിലെ മാത്രം. രാത്രി ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് 3 എണ്ണം കഴിച്ച് ചൂടുവെള്ളം കുടിക്കാം. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ 2 എണ്ണം ആക്കുക, പിന്നെ നമ്മൾ 1 എണ്ണം ആക്കുക. 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞാൽ 1 എണ്ണം വീതം കഴിക്കാം. പിന്നെ ഇത് ലീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൂർണ്ണാണ്. ഇതാണ് നമ്മൾ തിളപ്പിച്ച് 2 ലിറ്റർ. ഇതൊരു മേധോഹര ചൂർണ്ണാണ്. വണ്ണം കുറയ്ക്കാനുള്ള ഒരു ടീസ്പൂൺ, ഫുൾ ആയിട്ടുള്ള ഒരു ടീസ്പൂൺ ഇട്ടിട്ട് 1 ലിറ്ററിന് 1 ടീസ്പൂൺ. അപ്പൊ 2 ലിറ്ററിന് 2 ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ചിട്ട് ദിവസം മുഴുവനും ദാഹത്തിന് കൊടുക്കും. ചൂടോടുകൂടി കുടിച്ചാൽ കൂടുതൽ ഗുണമുണ്ട്. പിന്നെ സ്ലിമോൾ എന്ന് പറഞ്ഞിട്ട് ഓയിൽ ഉണ്ട്, അത് ഫിറ്റ്നസ് ഓയിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് തിരുമ്മ ആൾക്കാരെ ഫിറ്റ്നസ് ഓയിൽ. അതിന് സ്ലിമോൾ ഇങ്ങനെ പരട്ടാനുള്ളത്, വയറിലും പരട്ടാനുള്ളതാണ് സ്ലിമോൾ എന്നുള്ളത്. അത് വയറൊക്കെ ചുരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിർത്തണം, അല്ലെങ്കിൽ ചിലർക്ക് സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരും. ഇതാണ് സ്ലിമോൾ. ഇതാണ് ഫിറ്റ്നസ് ഓയിൽ. ഇത് അന്ന് ചേട്ടൻ വന്നപ്പോ ആദ്യം ഒരു തൈലം ഇട്ട് നന്നായിട്ട് ഉഴിഞ്ഞല്ലോ, അതിനുശേഷമാണല്ലോ ലേപനം. ഇത് ഇട്ടിട്ടായിരുന്നു കേട്ടാ ഉഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ അങ്ങോട്ട് നോക്കിയേ, ഇവിടെ വന്നിട്ട് അപ്പൊ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നിർത്തിട്ടത് അല്ലേ. ചേട്ടന് എവിടെയും കിടന്നുറങ്ങിയോളും. PCOD ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വരാറുണ്ട്. അതിന്റെ മരുന്നാണ് ഇത്. അതിന്റെ ടാബ്ലറ്റും ഇത് അതിന്റെ തന്നെ ലേഹ്യമാണ്. ഇത് 2 ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. ടാബ്ലറ്റ് 3 നേരം കഴിക്കണം. ഇതിന്മേ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളത്. ഇത് രാവിലെയും വൈകുന്നേരവും 1 ടീസ്പൂൺ കഴിക്കണം. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല. ഇതാണ് ഫുഡിന്റെ ആള്. അതെ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവാണ്. വളരെ കൈപുണ്യമുള്ള ഒരു പാചകക്കാരിയായിട്ടോ. എന്റെ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം. ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറെ സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ ചേർക്കും. കുറെ വെളിച്ചെണ്ണ ചേർക്കുക, അല്ലെങ്കിൽ അങ്ങനെ സരസ്വതി അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരുന്നത്. ഇവര് തമിഴാണേ, അതുപോലെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഞാനിത് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ ആയപ്പോ കറക്റ്റ് അതുപോലെ വെക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം കേട്ടോ. ഇത് നിങ്ങള് ഇന്നത്തെ ഭക്ഷണം കേട്ടോ. ഇന്ന് ഇതായിരുന്നു ഫുഡ് ഉച്ചയ്ക്ക്. നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണ്. അതില് ചോറ് വേണമെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇത് തവിടാണ്, തവിടുള്ള അരി കൊണ്ടുള്ള ചോറാണ്. ഇത് സരസ്വതി കാണിച്ചു കൊടുക്ക്. ഇതാണ് ഇന്നത്തെ കറി. മുതിരയാണ്, മുതിര മുളപ്പിച്ചതാണ്. കണ്ടോ, ഇതിപ്പോ കറി വെക്കാത്തതാണ് അല്ലേ? ഇത്രയും മുളച്ചതാണ്. മുതിരയാണ് കേട്ടോ. അത് ചെറുപയറല്ല, വെറുതെ കഴിക്കാം. മുതിര ചെറുപയർ
സാലഡിലേക്ക് ഇടും നമ്മൾ ഇതുപോലെ തന്നെ ഇടും മുതിര. കഴിച്ചു നോക്കി, ചെറിയൊരു കയ്പ് വരും. അതിന് ചെറുനാരങ്ങ നീരോ തൈരോ ചേർത്താൽ മതി. കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യാം. ഇത്തിരി തേങ്ങ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ മുതിര, ഇവിടുത്തെ മുളപ്പിച്ചത് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചത്, കടല മുളപ്പിച്ചത് കൊടുക്കും. ഉച്ചക്ക് എന്തൊക്കെ കൊടുക്കും? ഇതിന്നൊരു മോരുകറി, ഒരു സംഭാരം. ഇത് ജ്യൂസാണ്. പല ജ്യൂസുകൾ മാറി മാറി വരും. ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു 4 മണി സമയത്താണ്. അപ്പൊ ആ ടൈമില് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്. അപ്പൊ അത് ക്യാരറ്റ് മാത്രല്ല, മാറും കേട്ടോ, ഓരോ ദിവസവും മാറും. പടവലങ്ങ, അതൊന്നും അറിയില്ല, എന്നതാന്ന് അറിയില്ല ഇവർക്കൊക്കെ. അതിന്റെ കൂടെ നമ്മൾ ഇഞ്ചി, പുതിനയില, മല്ലിയില ഒക്കെ ചേർക്കും. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. എല്ലാം ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ടെന്ന് പറയും. ഉപ്പ് വളരെ കുറച്ചായിട്ട്, നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഇടാം കേട്ടോ. ഉപ്പ് മറ്റേ റോക്ക് സോൾട്ട് ആണെന്ന് തോന്നുന്നു, ലേശമുള്ളൂ. തോരനൊക്കെ കഴിച്ചു നോക്ക്. ഇത്തിരി കഴിക്കേട്ടാ. കണ്ടോ, കറിവേപ്പില, ഇഞ്ചി, മല്ലിയില ഒക്കെ അരച്ച് ചേർത്തതാണ്. സന്ധ്യ ലവ്സ് ഇറ്റ്, ഓൾ ദ ഫുഡ്സ്. മുത്തുന് അത്ര ഇഷ്ടല്ല, പക്ഷെ മുത്തുന്റെ നോക്ക് കണ്ട വയറൊക്കെ ഫ്ലാറ്റ് ആയി പോയി. നോക്ക്, ഫ്ലാറ്റ് ആയി പോയി വയറൊക്കെ. സന്ധ്യക്ക് കുറച്ചുണ്ട് ഇനി. അല്ല അല്ല, സരസ്വതി പോലും കുറഞ്ഞു, 2 കിലോ കുറഞ്ഞു സരസ്വതി. ഇവര് വന്ന പിന്നെ ഉച്ചയ്ക്ക് ഇതേ ഫുഡാ കൊടുക്കുന്നത്. കുമ്പളങ്ങയാണ്, നിറയെ കുമ്പളങ്ങ ഉണ്ടാവും. ആ കുമ്പളങ്ങ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അതില് ഉപ്പ്. ഇത് എങ്ങനെയാണ് ഈ സൂപ്പ് ഇതൊക്കെ പറഞ്ഞു തരണട്ടാ. നമ്മൾ ഇതെല്ലാതും ഒരു വീഡിയോ കാണിക്കട്ടെ, അതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജഗ് കഴിക്കുന്നുണ്ടല്ലേ, അപ്പൊ ടേസ്റ്റ് കുറവില്ലാന്ന് മനസ്സിലായില്ലേ. അതെ. അപ്പൊ വെറുതെ പട്ടിണി കിടത്തിയിട്ടും ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിപ്പിച്ചിട്ടൊന്നല്ല, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ പോഷകങ്ങളും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മുടി കൊഴിയില്ല, മുടിയൊക്കെ നന്നായി വളരും. എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഈ 21 ദിവസം കൊണ്ട് ബാലൻസ്ഡ് ആക്കി വിടും നമ്മള്. ഇതാണ് ഡിന്നറിനുള്ളത് അല്ലേ. ക്യാരറ്റ്, സവോള ഒക്കെ ഇടുന്നത്, ഇതിൽ ഉപ്പില്ല. തക്കാളി, ഇതിൽ ഈ ലൈം ജ്യൂസ് ഇടും. ഇത് മാത്രമേ വൈകുന്നേരം കഴിക്കുള്ളൂ. ജ്യൂസും ഇതുപോലെ ഒരു വലിയ ഗ്ലാസ് ജ്യൂസും കഴിക്കും. ആ നിറയും. ഉച്ചക്ക് ഇതൊക്കെ കഴിക്കുമ്പോ തന്നെ നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. ഉപ്പിടണം. ഒരു ശുഷ്കാന്തി അവൻ തന്നെ അതിന്റെ എല്ലാം ചെറുനാരങ്ങയൊക്കെ അതിൽ പിഴിഞ്ഞു വെച്ചു. ഇന്നിനി വൈകുന്നേരം ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. അതന്നെ നിറഞ്ഞ ഫീലിംഗ് ആയിരിക്കും. ഇനി കഴിക്കേണ്ട ആവശ്യമില്ല, വയറ് നിറഞ്ഞു. I get this for dinner with sambaram. So I mix little sambaram and make like raita and that. ആ സംഭാരത്തിൽ വെച്ചിട്ട് നമ്മൾ സർലാസ് ഉണ്ടാക്കില്ലേ, റൈത്ത, അതുപോലെ ആക്കിയിട്ട് കഴിക്കുന്നു. ആക്ച്വലി ഷീ ഈസ് ദ മോസ്റ്റ് കോഓപ്പറേറ്റീവ് പേഷ്യന്റ് വി എവർ ഹാവ്. എല്ലാം ഇഷ്ടം, മരുന്നുകളൊക്കെ ഇഷ്ടമാണ് കഴിക്കുന്നത്. അതുപോലെ നമുക്ക് സന്തോഷം തോന്നും, മുഖം ചുളിപ്പിക്കില്ല, ഒന്നുമില്ല. അത് ശരിയാ. അതാണ്. ഫേസിൽ 2 ഭാഗത്തും പിഗ്മെന്റേഷൻസ് ഉണ്ടായിരുന്നു വന്നപ്പോ. ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു, ഈ സൈഡിൽ നല്ലോണം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഫുള്ള് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട ഒരു 10% 20% ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. പിന്നെ ടോൺ മാറി, മുഖം നല്ല കറുപ്പായിരുന്നു. ഇപ്പം ഈ ഇവിടുത്തെ ഉള്ളിലത്തെ നിറം മുഖത്തേക്ക് വന്നു.